കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ സംസ്ഥാനത്തിന് വരുത്തിവെക്കുക വൻ സാമ്പത്തിക ബാധ്യത. പദ്ധതികൾ നടപ്പാക്കാൻ ഈ വർഷം അധികമായി 10,000 കോടിയിലധികം രൂപയാണ് കണ്ടെത്തേണ്ടത്. കേന്ദ്ര വിഹിതത്തിൽ കൂടി കുറവ് വരുന്നതോടെ ഗ്യാരണ്ടികൾ എങ്ങനെ നടപ്പാക്കും എന്നതിലാണ് ആശങ്ക. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college-going girl students. Welfare pensions increased to 3,000 rupees a month. 25 lakh rupees of insurance for every household. Up to 5 lakh interest-free loans for youngsters who want to start their businesses. വൻ പ്രഖ്യാപനങ്ങൾ നടത്തി അധികാരത്തിലെത്തിയ UDF സർക്കാരിന് വെല്ലുവിളിയാവുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. 5 ഗ്യാരണ്ടി കൂടി നടപ്പാക്കുമ്പോൾ വരാനിരിക്കുന്നത് വൻ ബാധ്യതയാണ്. ഗ്യാരണ്ടികൾക്കായുള്ള അധിക തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ധനവകുപ്പ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, 3000 രൂപ ക്ഷേമ പെൻഷൻ, യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ എന്നിവയാണ് 5 ഗ്യാരണ്ടികളായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ വിജയകരമായി പദ്ധതികൾ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ നിലവിൽ പ്രഖ്യാപിച്ച 5 പദ്ധതികൾക്കായി വർഷം 10,000 കോടിയിലധികം കണ്ടെത്തേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. KSRTCയിലെ സൗജന്യ യാത്രക്കായി 1,500 കോടി, സൗജന്യ ഇൻഷുറൻസ് പദ്ധതിക്കായി 4,000 കോടി, കൂടാതെ മറ്റ് ഗ്യാരണ്ടികളുടെ തുക കൂടി കണക്കാക്കുമ്പോൾ 10,000 കോടിക്കടുത്തെത്തും. ക്ഷേമ പെൻഷൻ എത്രയാണ് വർദ്ധിപ്പിക്കുകയെന്ന് വ്യക്തമായിട്ടില്ല. ഘട്ടം ഘട്ടമായി 3,000 ഉയർത്തുമെന്നാണ് സൂചന. 3,000 ഉയർത്തിയാൽ വർഷം 7,440 കോടി അധികം കണ്ടെത്തണം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ ഇത്രയും തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളതാണ് പ്രതിസന്ധി. കർണാടകയിൽ ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ പ്രതിവർഷം 50,000 മുതൽ 60,000 വരെ കോടിയാണ് ചെലവാക്കുന്നത്. സംസ്ഥാനത്തിനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതും തിരിച്ചടിയാണ്. ഈ വർഷം ഡിസംബർ വരെ കേരളത്തിന് പൊതുവിപണിയിൽ നിന്നും കടമെടുക്കാവുന്ന തുകയിൽ 6,000 കോടിയുടെ കുറവാണ് ഉണ്ടായത്. സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റുകൾ അനുവദിക്കേണ്ടതില്ലെന്ന ധനകാര്യ കമ്മീഷന്റെ ശുപാർശയും തിരിച്ചടിയാണ്. ഇതോടെ 5 ഗ്യാരണ്ടികൾക്കായുള്ള തുക കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമാകും. എന്നാൽ 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലുള്ള കേന്ദ്ര വിഹിതത്തിൽ വരുത്തിയ വർധന മൂലം ഓരോ വർഷവും 10,000-ലധികം കോടി രൂപയാണ് ഖജനാവിൽ അധികമായി എത്തുക. ഇത് ലഭിക്കുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.